നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എറണാകുളം ജില്ലയിൽ മഴുവന്നൂർ ഗ്രാമപഞ്ചായത്ത് മംഗലത്തുനടയിൽ താമസിക്കുന്ന ഇളമ്പാത്ത് മല്ലിക സുബ്രഹ്മണ്യൻ. ഇവൾ ഒരു വൃക്കരോഗിയാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. നമസ്കാരം, ഞാൻ മഴുവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ബൈജു. എൻ്റെ വാർഡ് മംഗലത്തുനട. വാർഡില് ഇളമ്പാത്ത് വീട്ടിൽ മല്ലിക സുബ്രഹ്മണ്യൻ വർഷങ്ങളോളമായിട്ട് കിഡ്നി പേഷ്യൻ്റാണ്. ആഴ്ചയിൽ 3 പ്രാവശ്യത്തോളം ഡയാലിസിസ് ചെയ്തു വരുന്നു. ഇപ്പോൾ അവരുടെ കയ്യിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ബ്ലോക്ക് ആയിട്ടുണ്ട്. അത് മാറ്റിയിടുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു തുക തന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഏകദേശം ഒരു 40,000 രൂപയോളം തന്നെ വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വളരെയേറെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബമാണ്. ഒത്തിരിയേറെ ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഇത്രയും കാലം ഡയാലിസിസ് ചെയ്യുന്നതിനും ചികിത്സകളും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സമരിയൻ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒപ്പം നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യണമെന്നുകൂടി ഞാൻ അപേക്ഷിക്കുന്നു. ഭർത്താവും 2 മക്കളും അടങ്ങുന്നതായിരുന്നു ഇവരുടെ കുടുംബം. മക്കളുടെ 2 പേരുടെയും വിവാഹം കഴിഞ്ഞു. 2007 മകളുടെ വിവാഹം. മകൾക്ക് 2 കുട്ടികളുമുണ്ട്. മകൻ ടിപ്പർ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ബേബി എന്നാണ്. ഞാനിവിടെ തൊട്ടടുത്ത് ഇവരുടെ അയൽവക്കത്ത് തന്നെ താമസിക്കുന്ന ആളാണ്. ഇവരെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ എനിക്കറിയാം. ഏതാണ്ട് 8-9 വർഷത്തോളം ആയി ഇവരുടെ ഈ അസുഖം തുടങ്ങിയിട്ടും അതിനുള്ള ട്രീറ്റ്മെൻറ്റിലാണ്. ഇവർക്ക് വേറെ വരുമാന കാര്യങ്ങൾ അങ്ങനെയുള്ള ഒന്നുമില്ല. ഒരു മകനേ ഉള്ളൂ. മകൻ ഡ്രൈവിംഗ് പണിയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് മാത്രമാണ് ഇവരുടെ ജീവിതം. മരുന്ന് മേടിക്കാനാണെങ്കിലും മറ്റ് വരുമാനങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പരാധീനതകളും അതിൻ്റെ പേരിൽ വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഇവർ അനുഭവിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ സഹായം കൊണ്ടും ഒക്കെയാണ് ഇതുവരെ കഴിഞ്ഞു പോയത്. ആഴ്ചയിൽ ഇപ്പോൾ 3 ഡയാലിസിസ് വീതം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനും ഇവിടെ അടുത്തുള്ള ആളുകളുടെ സഹായം കൊണ്ട് തന്നെ ആണ് ഇപ്പോൾ നിലവിൽ നടന്നു പോകുന്നത്. ഇവർ കുടുംബത്തിൽ ഈ രോഗിയായ സ്ത്രീയുടെ ഒരു ഭർത്താവ് മരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായി. പിന്നെ അവർക്ക് അവിടെ ഒരു മകനും അവരുടെ ഭാര്യ 2 മക്കളുമായിട്ടാണ് താമസിക്കുന്നത്. പിന്നെ ഇവരുടെ ഭർത്താവിൻ്റെ ഒരു അനുജൻ വികലാംഗനാണ്. തീരെ സുഖമില്ലാത്ത അവസ്ഥയിലാണ്. അവരുടെ പരിചരണവും ഒക്കെ ഇവരുടെ ചുമലിലാണ്. ഇവർക്കൊരു മകളുണ്ടായിരുന്നു. മകളും ഇതുപോലെ തന്നെ കിഡ്നി പേഷ്യൻ്റായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണ്. അതിനു വേണ്ടിയിട്ട് വന്ന ബാധ്യത തീർക്കാൻ വേണ്ടി ഇവിടെ സൊസൈറ്റിയിൽ നിന്ന് ഒരു ലോൺ എടുത്ത് അതിൻ്റെ ജപ്തി ഭീഷണിയിലും ആണ് ഇപ്പോൾ ഈ കുടുംബം. യഥാർത്ഥത്തിൽ ഇവർ വളരെ ഈ എല്ലാ സഹായങ്ങൾക്കും അർഹരാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ഇവരെ സാമ്പത്തികമായി സഹായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്യണമെന്ന് മാത്രം സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന യാചിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ൽ മകൾക്ക് പെട്ടെന്ന് വയ്യാതെ വരികയും കോലഞ്ചേരി മെഡിക്കൽ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ കിഡ്നി ചുരുങ്ങിപ്പോവുകയാണെന്നും എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണം എന്നുമാണ് ഡോക്ടർമാർ പറഞ്ഞത്. തുടർന്ന് അപ്പൻ സുബ്രഹ്മണ്യത്തിൻ്റെ കിഡ്നി കൊടുക്കുവാൻ തീരുമാനിച്ചു. ഹോസ്പിറ്റലിൽ നടത്തിയ ടെസ്റ്റുകളിൽ കിഡ്നി സ്റ്റോൺ കണ്ടെത്തിയതിനാൽ അദ്ദേഹത്തിൻ്റെ കിഡ്നി എടുക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിന്നീട് സഹോദരൻ്റെ കിഡ്നി പറ്റുമോ എന്ന് പരിശോധന നടത്തുകയും അത് മാച്ചായതുകൊണ്ട് മകൾക്ക് സഹോദരൻ്റെ കിഡ്നി മാറ്റിവെച്ചു.
10 ലക്ഷം രൂപയോളം അതിന് ചിലവ് വന്നു. പണം കണ്ടെത്തുവാൻ സാധിക്കാതെ വന്നപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ആധാരം പണയം വെച്ച് പണം കണ്ടെത്തുകയും എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ വെച്ച് ശസ്ത്രക്രിയ നടത്തുകയുമാണുണ്ടായത്. ഇപ്പോൾ ഈ ഭവനം ജപ്തിയുടെ ഭീഷണിയിലാണ്. എൻ്റെ പേര് ജാൻസി. 2010 മുതൽ ഇവരെ ഞങ്ങൾക്കറിയാം. ഒരു 2013 ആയിട്ട് വർഷം തുടങ്ങി ഈ ചേച്ചി രോഗിയാണ്. ഈ ചേച്ചിക്ക് ചികിത്സ തുടങ്ങി ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ മകൾക്കും കിഡ്നിയുടെ അസുഖം വന്ന് അങ്ങനെ ഇവർ ആകെ കുടുംബം മൊത്തത്തിൽ പോയൊരു നിമിഷമായിരുന്നു. ആ സമയത്ത് ഇവരുടെ അച്ഛനുണ്ട്. ഈ മകൾക്കും അമ്മയ്ക്കും ഒരുപോലെ അസുഖം വന്ന സമയത്ത് ആ അച്ഛൻ്റെ ഒരു കഴിവ് കൊണ്ടാണ് ഇവർ ജീവിച്ചു പോയത്. അങ്ങനെ പെട്ടെന്ന് ഈ രാഹുല് പെങ്ങടെ ആങ്ങള അവൻ്റെ കിഡ്നി അവൾക്ക് കൊടുക്കുകയും അങ്ങനെ അന്ന് ഈ സ്ഥലം മൊത്തം സൊസൈറ്റിക്ക് ലോൺ എടുത്ത് കിഡ്നി മാറ്റിവെച്ച് അതിൻ്റെ സാമ്പത്തിക തകരാറിലിരിക്കുമ്പോഴാണ് അച്ഛൻ പെട്ടെന്ന് മരണപ്പെടുന്നത്. എലിപ്പനി വന്ന് അങ്ങനെ 7 ലക്ഷം രൂപ അന്ന് കടബാധ്യതയിലായി. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇവരിന്ന് ജീവിച്ചിരിക്കുന്നത് ഇവരുടെ ഒരു ആത്മബലം കൊണ്ട് മാത്രമാണ്. എല്ലാവരും സഹായത്താലും, അല്ലെങ്കിൽ ഈ കുടുംബം ഒന്നും ഉണ്ടാവില്ല. വേറൊരു കുടുംബമാണെങ്കിൽ ഇന്ന് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ജീവിത രീതി കടന്നുപോയി ആ ഒരു മകൻ ഒരു കിഡ്നി വെച്ചാണ് ഇന്ന് വണ്ടി ഓടിച്ച് ജീവിക്കുന്നത് ഇവര്. അതുകൊണ്ട് ഈ ഗുഡ്നസ് TV പ്രോഗ്രാം കാണുന്നവർ ഈ കുടുംബത്തെ പരമാവധി സഹായിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ പ്രത്യേകം ഓർക്കണം. ഞങ്ങളുടെ അയൽവക്കക്കാരുടെ ഒരു സഹായവും ഇവിടെ അടുത്ത് ചാപ്പൽ അവരെ ഒത്തിരി സഹായിക്കേണ്ട. അങ്ങനെയാണ് ഈ കുടുംബം ഇന്ന് നിലനിന്ന് പോണത്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും കുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന് ആ ചേച്ചി അത്രയ്ക്ക് ആവശ്യതയിലാണ്. അവർക്ക് ഒട്ടും നിവൃത്തിയില്ല. സൊസൈറ്റിയിൽ നിന്ന് ഇത് ജപ്തി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇവരെ പരമാവധി സഹായിക്കണം. വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ശ്രീമതി മല്ലികയുടെ ഭർത്താവ് സുബ്രഹ്മണ്യം പെട്ടെന്നുണ്ടായ ഒരു എലിപ്പനിയെ തുടർന്ന് മരണപ്പെട്ടു. ഈ അവസ്ഥകളെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകുന്ന വേളയിലാണ് മകൾക്ക് കൊറോണ വരികയും പിന്നീട് ന്യൂമോണിയായി മാറുകയും എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ 25 ദിവസം ICUവിൽ വെന്റിലേറ്ററിൽ കിടന്ന ശേഷം 26ാമത്തെ ദിവസം മരിക്കുകയും ചെയ്തു. 2015 എൻ്റെ മോൾക്ക് അസുഖം തുടങ്ങിയത്. ഓപ്പറേഷനായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് കിഡ്നി മാറ്റി വെച്ചത് മോൻ്റെ കിഡ്നിയാണ് കൊടുത്തത്. 6 വർഷത്തേക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. 6 വർഷം കഴിഞ്ഞപ്പോൾ കൊറോണ സമയത്ത് കൊറോണ വന്ന് 1.5 മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. അതിൽ നിന്ന് റിക്കവറായി. പിന്നെ പെട്ടെന്നായിരുന്നു വാൽവ് ചുരുങ്ങിപ്പോവുകയും ആയിരിക്കുകയും ചെയ്തത്. പിന്നീട് അതിന് മുമ്പ് ഹസ്ബൻഡ് എലിപ്പനിയായിരുന്നു. ഹസ്ബൻഡും കുറേ ദിവസം ചികിത്സയിലിരുന്ന് ഹസ്ബൻഡും മരിച്ച്. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും ഡയാലിസിസായി. 8 വർഷമായി ഡയാലിസിസ് തുടങ്ങിയിട്ട്. മോൻ്റെ ഒരു വരുമാനമാണ് എനിക്ക് ആകെയുള്ളത്. മോനാണെങ്കിൽ സ്ഥിരമായിട്ട് ജോലിക്ക് പോകാനും പറ്റുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ നടുവേദനയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവന് 3 കുട്ടികളും ഭാര്യയും. ആ കാര്യങ്ങളും നോക്കണം. പിന്നെ ഹസ്ബൻഡിൻ്റെ സഹോദരനാണ് സുഖമില്ലാത്തത്. അതിൻ്റെ കാര്യങ്ങളും എല്ലാം നോക്കാൻ ഈ ഒരാൾ പോയിട്ട് വേണം. അതിന് പുറമെയാണ് ഇപ്പോൾ മോൾക്ക് വേണ്ടി ലോൺ എടുത്താണ് ഞങ്ങൾ പെട്ടെന്ന് 1 മാസത്തിനുള്ളിൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ വീടിൻ്റെ ഇത് വെച്ചാണ് ഞങ്ങൾ ലോൺ എടുത്ത് വെച്ചത്. അതിപ്പോൾ ജപ്തിയിലായിരിക്കുകയാണ്. വീട് ഒന്നും ചെയ്യാൻ കഴിയണില്ല.
അതിന് പുറമെ ഇപ്പോൾ ഈ പിസ്റ്റളിയും കംപ്ലൈൻ്റായി. വീണത് അത് മാറ്റണം, അതിനെ ഉടനെ മാറ്റണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇപ്പോൾ ഉടനെ മാറ്റണം, അല്ലെങ്കിൽ അത് പൊട്ടാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറയണേ. അങ്ങനെ പോണു കാര്യങ്ങൾ. കണ്ണിനാണ് ഈ കാഴ്ചയില്ല, കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ജോലിക്കൊന്നും പോകാൻ പറ്റണില്ല. എന്നെ കൊണ്ടുവരാനും കൊണ്ടുവരാനും എപ്പോഴും കൂടെ പോകുന്നവരാ. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ ഇതാണ്. എനിക്ക് സഹായിക്കാൻ മറ്റു സഹോദരങ്ങൾ ആരുമില്ല. ഈ പരിപാടി കാണുന്ന എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്യണം. അപേക്ഷിക്കുന്നു. ഇപ്പോൾ ഇവരുടെ വീട്ടിൽ വൃക്കരോഗിയായ ശ്രീമതി മല്ലിക സുബ്രഹ്മണ്യവും മകനും മകന്റെ ഭാര്യയും 3 മക്കളും മല്ലികയുടെ ഭർത്താവിൻ്റെ വികലാംഗനായ ഒരു സഹോദരനുമാണുള്ളത്. പോളിയോ വന്നതിനെ തുടർന്ന് വൈകല്യം സംഭവിച്ച് നടക്കുവാൻ കഴിയാത്ത ആളാണ് അദ്ദേഹം. എൻ്റെ പേര് ലിസി. ഞാൻ ഇവരുടെ അയൽവാസിയാണ്. ഇവർ ഏറെ രോഗഭാരത്തിലായിട്ട് വർഷങ്ങളായി. പിന്നെ ഇവിടുത്തെ ഗ്രഹനാഥനായ രാഹുൽ, അവന് ഒരു കിഡ്നി ഉള്ളൂ. പെങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ്റെ ഒരു കിഡ്നി എടുത്ത് അവളെ സഹായിച്ചു. ആ പെങ്ങൾ മരണപ്പെട്ടു പോയി. ഏറെ ഇവർക്ക് അതിന് അമ്മയ്ക്കും കിഡ്നി രോഗമാണ്. ഏറെ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമാണ്. പിന്നെ ഈ വീട്ടിൽ 3 പിള്ളേരാണ്. പിന്നെ അച്ഛൻ്റെ അനിയൻ ഒരാൾ പോളിയോ വന്ന് കാല് തളർന്നു പോയതുണ്ട്. പിന്നെ ഇവർക്ക് വേറെ വരുമാന മാർഗമൊന്നും പറയാനായിട്ടൊന്നും തന്നെ ഇല്ല. ഈ ഒരാളുടെ വരുമാനം കൊണ്ടാണ് ഇവർ കഴിയണത്. വളരെയേറെ പ്രയാസത്തിലാണ് ഇവർ. എല്ലാവിധ സാമ്പത്തികമായ കൈത്താങ്ങലുകളും ഒക്കെ വളരെ അർഹതയുള്ള ആളുകളാണ്. ഇവരെ എല്ലാവരും, ഈ ഗുഡ്നെസ് പ്രോഗ്രാം കാണുന്ന എല്ലാവരും ഇവരെ മനസ്സറിഞ്ഞ് സഹായിക്കണം. പിന്നെ പ്രാർത്ഥനയിൽ ഇവരെ എല്ലാവരെയും ഓർക്കണം. ഇവർക്ക് 3 മക്കളാണ്. പഞ്ചായത്തിൽ നിന്ന് പെര മെയിൻ്റനൻസിന് കിട്ടിയിട്ട് ഈ ചേച്ചിയുടെ രോഗം കാരണം അത് പൂർത്തീകരിക്കാൻ പോലും പറ്റിയിട്ടില്ല. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീടാണ്. ഇവരെ സഹായിക്കണം. പ്രാർത്ഥനയിൽ എല്ലാവരും ഓർക്കണം. ഇവരുടെ എല്ലാ ചിലവുകളും അമ്മയുടെ ചികിത്സയും ഒക്കെ ഈ മകന്റെ ഒരാളുടെ വരുമാനത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. സഹോദരിക്ക് വൃക്ക ദാനം ചെയ്തതുകൊണ്ട് അധിക നേരം ടിപ്പർ ഓടിക്കുവാനൊന്നും കഴിയുന്നില്ല. അതിശക്തമായ പുറംവേദന വന്നാൽ പിന്നെ ജോലി ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് ഇവർ ഗുഡ്നസ് TV ശമരിയൻ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടത്. എൻ്റെ പേര് ബിന്ദു. ഞാൻ രേവതിയുടെ ഫ്രണ്ടാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ അറിയാവുന്നതാണ്. ഈ അമ്മയ്ക്ക് 10-13 വർഷമായിട്ട് സുഖമില്ലാത്തതാണ്. ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നുണ്ട്. രാഹുൽ ഒരാൾ മാത്രമാണ് ഇവിടുത്തെ കുടുംബത്തിലാകെ ഒരു അത്താണിയായിട്ടുള്ളത്. രാഹുലിൻ്റെ ഒരു വരുമാനം കൊണ്ടാണ് ഇവർ ജീവിച്ചു പോകുന്നതും ഒക്കെ ആയിട്ട്. കുട്ടികൾ 3 കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും ആ കുടുംബത്തെ കാര്യങ്ങളും എല്ലാം രാഹുലിൻ്റെ ഒറ്റൊരു വരുമാനം കൊണ്ടാണ് നടക്കുന്നത്. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകരും ഇവരെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ഈ കുടുംബത്തോടൊപ്പം വേണമെന്നും വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ഉള്ളതുകൊണ്ട് അമ്മയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് മകന്റെ ഭാര്യയാണ്. അതിനാൽ അവർക്കും ഒരു ജോലിക്ക് കൃത്യമായി പോകുവാൻ പറ്റുന്നില്ല. ഇത്തരം വലിയ പ്രയാസങ്ങളുടെ നടുവിലാണ് ഇവരുടെ ജീവിതം. ഗുഡ്നസ് TVയുടെ നല്ലവരായ സുമനസ്സുകളിൽ ഇവർ പ്രത്യാശ അർപ്പിക്കുകയാണ്. എൻ്റെ പേര് രേവതി. അമ്മയുടെ മകൻ്റെ ഭാര്യയാണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. അമ്മ 7 വർഷമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അമ്മയെ ഇപ്പോൾ ആഴ്ചയിൽ 3 ദിവസമാണ് ഡയാലിസിസ് ചെയ്യണത്. അമ്മ ഡയാലിസിന്
കൊണ്ടുപോകണോണ്ട് എനിക്ക് മറ്റു ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ല. കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം. അമ്മയെ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിന് കൊണ്ടുപോകണം. പിന്നെ ഇവിടുത്തെ അച്ഛൻ്റെ അനിയൻ ഒരാൾ വികലാംഗനാണ്. കാര്യങ്ങളും നോക്കാൻ വേണ്ടി മറ്റൊന്നിനും പോകാൻ പറ്റില്ല. അമ്മയുടെ മകൾക്കും കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തതാണ്. എൻ്റെ ഭർത്താവിൻ്റെ കിഡ്നിയാണ് മകൾക്ക് വേണ്ടി കൊടുത്തത്. ഭർത്താവിന് എല്ലാ ദിവസവും അങ്ങനെ ജോലിക്കൊന്നും പോകാൻ സാധിക്കില്ല, കാരണം നടുവേദനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഇപ്പം ആണെങ്കിൽ അമ്മക്ക് കയ്യിലെ ഫിസ്റ്റുല ഇട്ടേക്കണതിൻ്റെ ഇതിന് കംപ്ലൈൻ്റായി ബ്ലോക്കായി തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പോയി ചെക്കപ്പ് ചെയ്ത് നോക്കിയപ്പോൾ അത് ബ്ലോക്കായേക്കാണ്. എത്രയും പെട്ടെന്ന് അത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് പൊട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ മകളുടെ ഓപ്പറേഷന് വേണ്ടി ഞങ്ങൾ സ്ഥലം പണയപ്പെടുത്തിയാണ് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതിൻ്റെത് സൊസൈറ്റിയിൽ നിന്ന് ജപ്തിയുടെ ഒരു നോട്ടീസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പോൾ എത്രയും പെട്ടെന്ന് അമ്മയുടെ കയ്യിലെ ഫിസ്റ്റുലയുടെ ഇത് ചെയ്യാനാണ് വയ്ക്കണം. പിന്നെ ഇത് കാണുന്ന എല്ലാവരുടെ പ്രാർത്ഥനയിലും ഞങ്ങളുടെ ഈ അവസ്ഥ ഒന്ന് ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെന്നും എല്ലാവരും കഴിയാവുന്നത്ര സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി വരുന്ന ദുരന്തങ്ങളെ നേരിട്ട് മനസ്സ് മരവിച്ച പോലെ കഴിയുന്ന ഈ ജീവിതങ്ങൾക്ക് ഒരു തണൽ വൃക്ഷമായി മാറുവാൻ നമ്മുടെ നല്ലവരായ പ്രേക്ഷകർക്ക് കഴിയുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളും സഹായ സഹകരണങ്ങളും ഇവർ യാചിക്കുകയാണ്. ദൈവഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിന് നമുക്ക് ഭാഗ്യമുണ്ടാവട്ടെ. സസ്നേഹം, ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ അന്നമ്മ ജോസഫ് എന്ന സഹോദരിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിനു വേണ്ടിയാണ് ഞാനിപ്പോഴും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. അവർ ക്യാൻസർ രോഗിയായിട്ട് ചികിത്സയിലാണ്. 25 റേഡിയേഷനും 7 കീമോതെറാപ്പിയും അവർക്ക് കഴിഞ്ഞു. ഉദരസംബന്ധമായ ക്യാൻസറാണ് പിടിപെട്ടിരിക്കുന്നത്. ഓപ്പറേഷനും മറ്റ് പല ചികിത്സകളും നടത്തിയാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭർത്താവ് 12 വർഷം മുമ്പ് മരിച്ചുപോയി. മക്കള് അവർക്കില്ല. കൂലിവേല ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ അസുഖം പിടിപെട്ടത്. അതിൻ്റെ ഫലമായിട്ട് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. നല്ലവരായ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഈ സഹോദരി ഇത്രയും നാളും ചികിത്സ നടത്തുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് TV ഈ അന്നമ്മ ചേട്ടത്തിയെക്കുറിച്ച് അറിയുന്നതിനും അവരുടെ രോഗവിവരം ഗുഡ്നസ് TVയിലൂടെ അറിയിക്കുന്നതിനും ഇടയായത്. അപ്പോൾ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകരെ നിർലോഭമായിട്ട് സഹകരിച്ചു. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് 1,05,000 രൂപ പിരിഞ്ഞു കിട്ടുകയുണ്ടായി. ഈ തുക ഗുഡ്നസ് TVയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ ഞാനിപ്പോൾ ഈ അന്നമ്മ ചേട്ടത്തിക്ക് കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയുടെ പേരിൽ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുവാനായിട്ട് ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളെല്ലാവരും വളരെ ഉദാരമായിട്ട് സഹകരിച്ചതുകൊണ്ടും സംഭാവന ചെയ്തുകൊണ്ടുമാണ് ഇത്രയും വലിയ ഒരു തുക ഇപ്പോൾ കൈമാറുന്നതിന് എനിക്ക് സാധിച്ചത്. നിങ്ങളെല്ലാവരെയും നന്ദിപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ആരും തന്നെ സഹായിക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. ഇവിടെ ഇപ്പോൾ ഈ പണം മേടിക്കുന്നതിനായിട്ട് ഇവിടെ കൊണ്ടുവന്നത് തന്നെ
ഈ ചേച്ചിയുടെ അടുത്തുള്ള ഒരു സഹോദരിയാണ് കൊണ്ടുവന്നത്. അങ്ങനെ നല്ലവരായ മനുഷ്യർ പല രീതിയിൽ ആൾ വഴിയായിട്ടും ആരോഗ്യം വഴിയായിട്ടും ധനം വഴിയായിട്ടും ഒക്കെ സഹകരിക്കുന്നത് കൊണ്ടാണ് ഈ സഹോദരിക്ക് ഇപ്പോൾ ജീവിച്ചു പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിവിധ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലും രാജ്യങ്ങളിലുമൊക്കെയുള്ള ആളുകൾ സഹകരിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഈ തുക കൊടുക്കാനും ഇതുവഴിയായിട്ട് അവരുടെ മരുന്നും മറ്റു കാര്യങ്ങളുമൊക്കെ വാങ്ങിക്കുവാനും അവർക്ക് സാധിക്കുന്നത്. നിങ്ങളെല്ലാവരെയും നന്ദിപൂർവ്വം ഞാൻ ഓർക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയുസ് നൽകിയും ആരോഗ്യം നൽകിയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഓർക്കുക, നമുക്കാണ് ഈ അസുഖമുണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം പണം നമുക്ക് ചിലവാകുമായിരുന്നു. ഇപ്പോൾ ഈ സഹോദരിയെ സഹായിക്കാനായിട്ട് ഒരു പക്ഷേ നമുക്ക് 500 അല്ലെങ്കിൽ 1000 ഒക്കെ രൂപയെ ആകുന്നുള്ളൂ. ദൈവം നമുക്ക് ആരോഗ്യവും ആയുസ്സും ഒക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ നന്മയ്ക്കും മറ്റുള്ളവർക്കും കൂടി വേണ്ടിയാണ് എന്നൊരു ചിന്ത നമുക്കുണ്ടാകുമ്പോഴാണ് അവരെ സഹായിക്കുന്നതിനായിട്ട് നമ്മൾ തയ്യാറാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ദൈവം വിജയം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഈ സഹോദരിയെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ആയുസ്സായിട്ടും ആരോഗ്യമായിട്ടും ഈ സഹോദരിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും പൂർണ്ണ ആരോഗ്യത്തിലേക്കും സൗഖ്യത്തിലേക്കും വരുന്നതിനും ഉള്ള അവസരം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം ഈ സഹോദരിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് ടിവിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. അന്നമ്മ ചേച്ചിയുടെ സഹായത്തിനായി ഗുഡ്നസ് ടി വി പ്രേക്ഷകർ നൽകിയ എല്ലാ സഹായത്തിനും നന്ദി പറയുന്നു.